ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഒരു ബാത്തിങ് പൗഡറാണ്. ഈ ഒരു ബാത്തിങ് പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും അതേപോലെ തന്നെ സ്കിന്നിലുള്ള ഡ്രൈനെസ് ഒക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു ബാത്തിങ് പൗഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവരുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലർക്ക് സോപ്പൊക്കെ അലർജി ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് മുന്നേ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാത്തിങ് പൗഡറാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 3 സ്പൂണോളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി എടുക്കുക. ചിലരുടെ ശരീരത്തിൽ സോപ്പൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ചൊറിച്ചിലുണ്ടാവും, അതേപോലെ തന്നെ ചുമന്ന റാഷസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നിങ്ങൾക്ക് തൈരിന് പകരം പാൽ ചേർക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടബിൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി കൺസിസ്റ്റൻസി കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പാലും തൈരും റോസ് വാട്ടറും ഒന്നും കയ്യിലില്ലെങ്കിൽ പച്ച വെള്ളത്തിൽ ഇത് കലക്കി എടുത്താൽ മതി. ഞാനിപ്പം കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പം മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ ഫേസിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. കുളിക്കുന്ന സമയത്ത് തേച്ച് കുളിച്ചാൽ മതി. അപ്പം ഞാനിത് ഫേസിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തേച്ചിട്ട് കുളിച്ച് കയറിയാച്ചാൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും അതേപോലെ നിങ്ങളുടെ ഫുൾ ബോഡിയിലെ ടാനൊക്കെ റിമൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അവർക്ക് ബോഡിയിൽ അങ്ങനെ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും വരത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും വെയിലൊക്കെ അടിച്ച് ടാനൊക്കെ ഉണ്ടാവും ബോഡിയിൽ. ആ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് ഫേസ് പാക്ക് പോലെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കുളിക്കാം. അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാണിക്കുന്ന പൊടിച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഇതാണ് പൊടിച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ പൊടിക്കുന്നത് കൂടാതെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ചെറുപയറാണ്. ചെറുപയർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ചൊറിച്ചിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് മസൂർ ദാളാണ്, റെഡ് ദാൾ എന്ന് പറയും. അടുത്തതായിട്ട് നമ്മൾ ഓറഞ്ച് തോല് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഞാൻ തന്നെ തോല് ഉണങ്ങി എടുത്തിരിക്കുന്നതാണ്. റൂം ടെമ്പറേച്ചറിൽ ഒരു 5-6 ദിവസം വെച്ചിരുന്ന അത് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ഓറഞ്ച് പീല് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും അതേപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു 3 ഐറ്റംസ് പൊടിച്ചിട്ട് വരണം. ഞാനിത് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് പൊടിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൊടിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ പൊടിക്കുമ്പോൾ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഈ ഒരു ബൗളിൽ ഒരു ബൗള് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗോതമ്പ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ്.
അതും ഞാൻ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റാഗി നമ്മുടെ സ്കിൻ നന്നായിട്ട് കളർ നൽകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ റാഗിപ്പൊടി വളരെ നല്ലതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞൾ പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഇത് കറിക്ക് ഉപയോഗിക്കുന്നതല്ല, പുഴുങ്ങിയെടുക്കുന്ന മഞ്ഞളല്ല. നമ്മളിത് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പച്ചമഞ്ഞളിൻ്റെ പൊടി എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടെങ്കിൽ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും കളർ നൽകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനൊരു 2 സ്പൂൺ മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് മാറ്റുകയാണ്. ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇത് ചീത്തയായി പോവും. ഞാനിത് 1 മാസത്തേനൊക്കെയാണ് ഉണ്ടാക്കി തയ്യാറാക്കി വെക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ബോട്ടിൽ എടുക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്തിങ് പൗഡറാണ്. നിങ്ങൾക്കൊരു 1 മാസത്തേനൊക്കെ ഇത് തയ്യാറാക്കി വെക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ബാത്തിങ് പൗഡറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.